ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇറങ്ങാൻ ഇനിയും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ തിയേറ്റർ ലിസ്റ്റുകളൊക്കെ പൂർണ്ണമായും ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബുക്കിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞുവെങ്കിൽ വളരെ കുറച്ച് തിയേറ്ററുകളിൽ എറണാകുളത്ത് വെറും 3 തിയേറ്ററുകളായിരുന്നു ഇന്നലെ ഷോ കൗണ്ടുകൾ ആഡ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഉച്ച കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എറണാകുളത്ത് അത്യാവശ്യം തിയേറ്ററുകളിലേക്ക് ആഡ് ചെയ്യുന്നു. തൃശ്ശൂർ അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. എറണാകുളത്ത് ഇനിയും തിയേറ്ററുകൾ ആഡ് ചെയ്യപ്പെടാനുണ്ട്. ഏറ്റവും നമ്മൾ കാത്തിരുന്ന ഒരു കാര്യം വനിതാ വിനീതയായിരുന്നു. വനിതാ വിനീതയിൽ ബുക്കിംഗ് തുടങ്ങി. അവിടെ ഓറഞ്ച് മയം തുടങ്ങി എന്ന് തന്നെ പറയാം. രാവിലെ 9:30 ഷോയ്ക്ക് ഓറഞ്ച് മയം വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ഏകദേശം 70-80% ടിക്കറ്റുകൾ അവിടെ മാത്രം ബുക്ക് ചെയ്തിരിക്കുന്നു. ബാക്കി എങ്ങും നമുക്ക് ആ ഒരു കളർ കാണുന്നില്ല. ഒരു പക്ഷേ ഒരുപാട് പേർ ഇതിൻ്റെ ബുക്കിംഗ് പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മമ്മൂട്ടി ഫാൻസ് നിങ്ങൾ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു പടം ഇറങ്ങുന്നത്, നിങ്ങൾ ഇതെന്തുകൊണ്ടാണ് ബുക്കിംഗ് കാണാത്തത് എന്നുള്ള സോഷ്യൽ മീഡിയയിലെ തരംഗങ്ങൾ മാത്രമല്ല, വിപ്ലവം സൃഷ്ടിക്കൽ മാത്രമല്ല, തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ് ഓറഞ്ച് മയം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇന്ന് ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതൊരു സൂപ്പർ താര ചിത്രമാണ്, മികച്ച ചിത്രമാണ്, വളരെ ലോ ബഡ്ജറ്റിലാണ് വരുന്നത്, നമ്മളെവരുടെയും പ്രതീക്ഷയുള്ള മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ് എന്നുള്ളൊരു കാര്യം മറന്നുപോയോ എന്നൊരു ചോദ്യവും. എറണാകുളം കവിതയിൽ ഇന്നലെ ബുക്കിംഗ് തുടങ്ങിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു വളരെ കുറച്ച് ടിക്കറ്റുകളാണ് ബുക്കായി പോയിരിക്കുന്നത്. മോർണിംഗ് 9:30 ശരിക്കും ഈ ഒരു ടൈം കൊണ്ട് അത് ബുക്ക് ആവേണ്ടതാണ്. കാരണം ഇന്നലെ ബുക്കിംഗ് തുടങ്ങിയതാണ് കവിതയിൽ. വനിതാ വിനീതയിൽ ഓക്കെയാണ് കാര്യം. കാരണം തുടങ്ങിയിട്ട് കൂടി വന്നാൽ അരമണിക്കൂർ 1 മണിക്കൂറേ ആവുന്നുള്ളൂ. അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഓറഞ്ച് മയമായിരിക്കുന്നത്. എനിക്കൊരു സംശയമുണ്ടായിരുന്നു, വനിതാ വിനീത ഈ സിനിമ എടുക്കുന്നില്ലേ? സാധാരണ എല്ലാ മലയാള സിനിമകളും അവിടെ ഓടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ മാത്രം ഒരു അപ്ഡേറ്റ് രാവിലെ മുതൽ നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 5ഓളം ഷോകളാണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ കവിതയിൽ 6 ഷോകളും PVRൽ ഏകദേശം 12 മുകളിലുള്ള ഷോകളും, സെൻട്രൽ ടർക്കീസ് ആണ് അവിടെ 5 ഷോകൾ, അതേപോലെ തന്നെ മാതാമധുരയിൽ 4 ഷോകൾ, ഒബ്രോൺ മാളിൽ 6 ഷോ, PVRൽ 12 ഷോ, വനിതാ വിനീതയിൽ ഇപ്പോൾ 5 ഷോയാണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഷേണായിസിൽ 5 ഷോയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. സിനിപോളിസിൽ 5 ഷോ, സിനിപോളിസിൻ്റെ മറ്റൊരു സെൻട്രൽ സ്ക്വയർ മാളിലുള്ള അവിടെയും 5 ഷോ കാണിക്കുന്നു. സവിത സിനിമാസിൽ 4 ഷോയും, പാൻ സിനിമാസ് ന്യൂക്ലിയസ് മാളിൽ 6 ഷോകളാണ്, വരാപ്പുഴയിൽ 5 ഷോകൾ, പിന്നെ നമുക്ക് ഞാറയ്ക്കൽ അവിടെയും അതേപോലെ തന്നെ കാസിനോയിലുമൊക്കെ 4 ഷോകൾ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പാൻ സിനിമാസ് ആരക്കുന്നത്തിൽ 5 ഷോയാണ് കാണിക്കുന്നത്. കരിയാട് റെഡ് കാർപ്പറ്റിൽ 5 ഷോ കാണിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് പറവൂര് 5ഓളം ഷോകൾ കാണുന്നു എന്നുള്ളതും. അങ്ങനെ ചേർത്തലയിലും 5 ഷോകളാണ് കാണുന്നത്. KSRTC കോംപ്ലക്സ്, അങ്കമാലി അവിടെയും 5 ഷോകളാണ്. ഇത്രയും തിയേറ്ററുകളാണ് കൊച്ചിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും തിയേറ്ററുകൾ ആഡ് ചെയ്യപ്പെടാനുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാം. എന്താണ് തൃശ്ശൂർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബുക്കിംഗ് ആദ്യം തുടങ്ങിയത്. നമ്മുടെ രാഗത്തിലായിരുന്നു. നമ്മളൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു. രാഗത്തിലാണോ വേറെ എവിടെയെങ്കിലും ആയിരിക്കുമോ ആദ്യ റെഡ് അലേർട്ട് വരിക എന്നുള്ളത്? എന്താണെങ്കിലും ഇക്കുറി കൊച്ചി തന്നെയാണ്, എപ്പോഴും ഉള്ളതുപോലെ തന്നെ കൊച്ചി തന്നെയാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്. രാഗത്തിൽ ഇപ്പോഴും നമുക്ക് റെഡ് അലേർട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ രാഗത്തിൽ വളരെയധികം ബുക്കിംഗ് നടന്നത്, വലിയ തിയേറ്ററാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു 65-70% ബുക്കിംഗ് നടന്നതായിട്ട് കാണാൻ കഴിയുന്നു. എല്ലാ ഷോകൾക്കും അങ്ങനെ തന്നെയാണ് കാണുന്നത്, 4 ഷോകൾക്കും ആ രീതിയിൽ. പക്ഷേ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവാം റെഡ് അലേർട്ട് ആവാനുള്ളത്, അത് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെ. എന്തായാലും വനിതാ വിനീതയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്കും മികച്ച രീതിയിലേക്ക് എത്തും എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, അതായത് മമ്മൂട്ടി ഫാൻസോ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവരോ ഒക്കെ ആയിട്ടുള്ളവർക്ക് അറിഞ്ഞിട്ടില്ല ബുക്കിംഗ് എങ്കിൽ, ബുക്കിംഗ് ഇന്നലെ തന്നെ തുടങ്ങി. ഇന്ന് തിയേറ്ററുകൾ ആഡ് ചെയ്തു. ഒരുപക്ഷെ ഇന്നലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർക്ക് തിയേറ്ററുകൾ കണ്ടില്ല എന്നുണ്ടാവാം. പക്ഷേ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് തിയേറ്ററുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിലും ഉണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. ആരൊക്കെയാണ് ആദ്യ ദിനം ഈ ഒരു സിനിമ കാണാൻ പോകുന്നത്? എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ്. മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട്, ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ചെറിയ സിനിമ ആയതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ്. ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വിളിച്ച് ഓതാതെ ഉള്ള ആദ്യമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഒരു മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഇങ്ങനെ വരുന്നത്. നൻപകൽ നേരത്തെ മയക്കം പോലും ഇതിൽ കൂടുതൽ ഹൈപ്പിൽ വന്ന ചിത്രമാണ് എന്നറിയാം. പക്ഷേ ഇവിടെ ഡൊമിനിക് ആള് പുലിയാണ് എന്നുള്ളതിന് സംശയങ്ങളൊന്നും വേണ്ട മോനെ എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമ വേറൊരു ഡിഫറെൻറ്റ് ജോണറിൽ തന്നെ വരുന്നതാണ്. ഇതുവരെ നമ്മൾ കാണുന്ന മലയാള സിനിമയിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നതായിരിക്കും. വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതിന് സംശയങ്ങൾ വേണ്ട. സിനിമയുടെ അപ്ഡേറ്റുകൾ അറിഞ്ഞതിൽ എനിക്കതാണ് പറയാനുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾ വന്ന് ഉറപ്പിച്ചോളൂ, ഇത് ആദ്യ ഷോ കഴിയുമ്പോൾ നല്ല സിനിമയാണെങ്കിൽ ആളിപ്പടരുന്ന കാര്യം. വളരെ കുറച്ച് തിയേറ്ററുകളെ നമുക്ക് ഇവിടെ ഉള്ളൂ എന്നുള്ളത് പറയാം. എന്തായാലും കാത്തിരിക്കുന്നു. നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ കാത്തിരിക്കുന്നത്? ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു, മമ്മൂട്ടി ഫാൻസ് നിങ്ങൾ എവിടെയാണ്?
ബുക്കിംഗ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടും നിങ്ങൾ കാണുന്നില്ലല്ലോ എന്നുള്ള കാര്യം ആണ് എന്ന് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇടിച്ച് കയറി വാ, അടിച്ച് തൂക്കണം ഈ ഒരു സിനിമ, അത് തന്നെയാണ് വേണ്ടത്. ഒപ്പം ചാനൽ സബ്സ്ക്രിപ്ഷനും ഇതിനോടകം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി. ഈ ഒരു സിനിമ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 60,000-ന് മുകളിലേക്ക് പോകണമെന്നുള്ള മോഹമാണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് ഗംഭീരമായി മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഇതുവരെ തന്ന സപ്പോർട്ടിന് കൂടെ ഉണ്ടാവണം. ഗ്രേറ്റ് മീഡിയാസ്.